ഹലോ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചെറിയൊരു ഈവനിങ് വ്ളോഗ് കണ്ടാലോ? കുളിക്കുന്നതിന് മുന്നേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെയാണ് ഇത്. എൻ്റെ മുടി ഇപ്പോൾ സത്യത്തിൽ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. എൻ്റെ മുടി ഭയങ്കരമായിട്ട് ഷോർട്ടാക്കിയിട്ട് ഞാൻ വെട്ടിയതാണ്. അപ്പോൾ ഇന്ന് ഞാൻ തേക്കുന്ന എണ്ണയും കാര്യങ്ങളും കുളിക്കുന്നതിന് മുന്നേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് നീലിഭൃംഗാദി എന്ന് പറയുന്ന KAൻ്റെ നീലിഭൃംഗാദി കോക്കനട്ട് ഓയിലാണ് ഞാൻ തലയിലേക്ക് യൂസ് ചെയ്യണത്. എനിക്കിത് തേച്ച് തുടങ്ങിയ പിന്നെ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. എനിക്ക് എണ്ണ തേച്ച് കുളി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്കിങ്ങനെ ദിഗംബരൻ മറ്റേ പെണ്ണിനെ എണ്ണത്തോടിയിൽ കിടത്തിയിരിക്കണ പോലെ ഇങ്ങനെ കിടന്നെഴുന്നേക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എണ്ണ തേച്ച് കുളി, ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. അതേപോലെ ഉപയോഗിക്കുന്ന എണ്ണയുടെ സ്മെല്ല് ഇത് ഭയങ്കര ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലിൻ്റെ ബ്രാൻഡാണ് കേട്ടോ. ഞാനിത് യൂസ് ചെയ്തേ പിന്നെ എൻ്റെ ഭയങ്കരമായിട്ട് എനിക്ക് ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. മുടി കൊഴിച്ചിൽ നന്നായി കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു 8 മാസമായിട്ട് ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. ഇത് എൻ്റെ സ്ഥിരം കലാപരിപാടിയാണ്. ഇങ്ങനെ മനത്ത് നോക്കി കണ്ണു അടച്ചൊക്കെ ഇട്ടാണ് ഞാൻ എണ്ണയൊക്കെ തേക്കുന്നത്. ഞാൻ നന്നായിട്ട് തലയോട്ടിയിൽ ഒരു പാത്രത്തിൽ ഞാൻ എടുക്കും കേട്ടോ എണ്ണ. ഞാൻ ബോട്ടിലിൽ നിന്ന് നേരെ യൂസ് ചെയ്യൂല. എനിക്കിഷ്ടമല്ല ബോട്ടിലിൽ. നമ്മളിങ്ങനെ ബോട്ടിലിൽ നിന്ന് യൂസ് ചെയ്യുമ്പോൾ ബോട്ടിലൊക്കെ പിടിച്ചിരിക്കുക എണ്ണ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അത് മുടിയുമൊക്കെ അങ്ങനെ പിടിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എണ്ണ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതിൽ നിന്നാണ് തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നത്. മുടിയിലേക്ക് ഞാൻ അങ്ങനെ തേക്കില്ല കേട്ടോ. എനിക്കെന്തോ അത് ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നാറുണ്ട്. പക്ഷെ തലയോട്ടിയിൽ നമ്മളിങ്ങനെ തേക്കുമ്പോൾ വെള്ളം ഇങ്ങനെ എണ്ണ ഇങ്ങനെ നമ്മൾ തേക്കില്ലേ, അപ്പോൾ സമയത്ത് ഇങ്ങനെ എണ്ണ ഇങ്ങനെ ടച്ച് ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും. നന്നായിട്ട് മസാജ് ചെയ്യും കേട്ടോ. ഞാനൊരു 8 മിനിറ്റ് നന്നായിട്ട് ഞാൻ മസാജ് ചെയ്യും. ആ സമയത്ത് എന്നാരെങ്കിലും കണ്ട് എനിക്ക് പ്രാന്താന്ന് വിചാരിക്കും. ഞാൻ അങ്ങനെ ഇട്ട് മസാജ് ചെയ്യും. ചിലർ പറയും അങ്ങനെ മസാജ് ചെയ്യരുതെന്ന്. പക്ഷേ ജെൻറ്റലായിട്ട് തന്നെയാണ്. പക്ഷേ എന്നാലും എനിക്ക് മസാജ് ചെയ്തില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. അതിൻ്റെ ഒരു ഗുണം എൻ്റെ മുടിയിൽ കാണുന്നുണ്ട്. ഞാൻ ഈ ഒരിടയ്ക്ക് നന്നായിട്ട് ഷോൾഡർ അറ്റം വെച്ചിട്ട് മുടി വെട്ടിയായിരുന്നു. ഇപ്പം നന്നായി വളർന്നു വരുന്നുണ്ട്. മുടി കൊഴിച്ചിലും നിന്നിട്ടുണ്ട് കേട്ടോ. അത് ഈ എണ്ണയുടെ തന്നെ ഗുണമാണ്. ഞാൻ തലയുടെ കുഞ്ചിക്കഴുത്ത് എന്ന് പറയും നമ്മളിവിടെ, അവിടെയൊക്കെ നന്നായിട്ട് തേക്കും. പക്ഷെ മുടിയിൽ തേക്കൽ കുറവാണ്. അവസാനം എന്തെങ്കിലും കൈ പറ്റി പിടിച്ചിരിക്കുന്ന അങ്ങോട്ട് തേക്കുന്നേ ഉള്ളൂ. നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കും കേട്ടോ. നിങ്ങൾക്ക് ആർക്കൊക്കെ ഇങ്ങനെ എണ്ണ തേച്ച് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളവർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എണ്ണ തേച്ച് കുളിക്കുന്നത്. ഞാനതിൻ്റെ ഒരു ഫാനാണ്. ഞാനിങ്ങനെ കുളിച്ച് എനിക്കിഷ്ടപ്പെട്ട, ഞാൻ ഒരാഴ്ചയിലൊരു 3 പ്രാവശ്യമെങ്കിലും എണ്ണ തേച്ച് കുളിക്കും കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എണ്ണ തേച്ച് കുളിക്കുമ്പോൾ ഞാൻ തലയിലും മേത്തും മുഖത്തും ഒക്കെ ഞാൻ തേക്കും. ഇതല്ല ഞാൻ തേക്കുന്നത് എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയൊന്നു. ഞാൻ തേക്കുന്നതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓയിലാണ്. മുഖത്ത് തേക്കണതല്ല, മേത്ത് തേക്കുക, അങ്ങനെയൊക്കെ ചില വട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ 3 ദിവസം, ശനിയാഴ്ച, തിങ്കളാഴ്ച, പിന്നെ ചിലപ്പോൾ ബുധനാഴ്ച. തിങ്കളും ശനി എന്തായാലും ഞാൻ തേക്കും. കണ്ടോ, ഞാൻ അതിലേക്ക് മുടിയിലേക്ക് പ്രത്യേകിച്ച് എണ്ണയൊന്നും എടുക്കില്ല. കൈ പറ്റി പിടിച്ചിരിക്കുന്നത് ഞാൻ ഇങ്ങനെ തേക്കാറുണ്ട്. എനിക്കിത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പ്രോസസ്സായിട്ടോ. നിങ്ങൾക്ക് ബോറടിക്കും ഞാനിങ്ങനെ മുടിയും എണ്ണ തേക്കുന്നത് കണ്ടാൽ. പക്ഷേ എനിക്കിത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ മുടി അങ്ങനെ കെയർ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ഒരുപാട് അങ്ങനെ പാക്ക് ഇടുന്ന ആളോ അല്ലെങ്കിൽ അങ്ങനെ. പക്ഷേ ഈ എണ്ണ തേച്ച് അല്ലെങ്കിൽ എണ്ണ തേച്ചിട്ട് കുളിക്കുക എന്ന് പറയുന്നത് മോർ ദാൻ ദ റിസൾട്ട് അല്ലെങ്കിൽ അങ്ങനെ ഇതിനേക്കാളും എനിക്കെൻ്റെ സാറ്റിസ്ഫാക്ഷനാണ്. അത് തേച്ച് കുളിച്ച് കഴിയുമ്പോൾ ഞാനിങ്ങനെ പുതിയൊരാളോ ഭയങ്കര ഭംഗിയൊക്കെ കൂടി എൻ്റെ ഉള്ളിൽ തന്നെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പം ഞാൻ നന്നായിട്ട് എണ്ണ തേച്ച് കുളിക്കും കേട്ടോ. ഞാൻ തലയിലും മേത്തും മുഖത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓയിലാണ് തേക്കണത്. എനിക്ക് റിസൾട്ട് ഇതാണ് ഇപ്പോൾ കൂടുതൽ തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യണത്. ഞാൻ എന്നിട്ട് മുടിയിലും തലയിലൊക്കെ എണ്ണ തേച്ച് ഒരു 8 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഇങ്ങനെ കെട്ടി വയ്ക്കും. ഇങ്ങനെ കെട്ടി വെച്ചിട്ട് എന്തെങ്കിലും ഒരു ക്ലിപ്പ് ഇട്ടിട്ട് ഇതിങ്ങനെ മുടി കെട്ടി വയ്ക്കും. ഞാൻ എപ്പോഴും മറന്നു കേട്ടോ. ഞാൻ കുളിക്കുമ്പം ഈ മുടി കെട്ടുന്ന സാധനമായിട്ട് ഞാൻ ടോയ്ലറ്റിൽ പോകും. അതാണ് ബാത്റൂം. നമ്മൾ വീട്ടിൻ്റെ പുറത്താണ് കുളിക്കുന്നത്. വീട്ടിൻ്റെ അകത്തെ എണ്ണ തേച്ച് കുളിയൊന്നും പെർമിറ്റഡ് അല്ല. അങ്ങനെ അഴുക്കാവും, അങ്ങനെയൊക്കെ എണ്ണമയം പോവില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വീടിൻ്റെ വെളിയിൽ 2 ടോയ്ലറ്റും ഒരു ബാത്റൂമും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ കുളിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതെടുത്തിട്ട് ഞാൻ ബാത്റൂമിൽ പോകും. എന്നിട്ട് ഞാൻ പിന്നെ തിരിച്ചു കൊണ്ടിരില്ല കുളി കഴിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ പിറ്റേ പ്രാവശ്യം എണ്ണ വയ്ക്കുമ്പോൾ പിന്നെയും ഞാൻ ഈ ക്ലിപ്പ് എടുക്കാൻ പിന്നെയും ബാത്റൂമിൽ പോകണം. ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. ആ ബാക്ക് കാണുന്നതാണ് ബാത്റൂം. അവിടെ നിന്നാണ് ഞാൻ കുളിക്കാറ്. അപ്പോൾ ഞാൻ എണ്ണ തേച്ച് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഇത് അമർത്തി കെട്ടി വയ്ക്കും. ചിലർ പറയും അങ്ങനെ അമർത്തി കെട്ടി വയ്ക്കരുത്. പക്ഷേ എൻ്റെ ടൈറ്റായിട്ട് കെട്ടി വെച്ചില്ലെങ്കിൽ
എൻ്റെ മുടി ഇങ്ങനെ താഴത്തേക്ക് വീണു പോകും. അടുത്തത് മുഖത്ത് എണ്ണ നയ്ക്കുന്നൊരു പരിപാടിയാണ്. ഞാൻ KPNൻ്റെ നാൽപ്പാമരാതി വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഞാനിത് 3ാമത്തെ കുപ്പിയും കണ്ടാണ് ഇത് എടുക്കുന്നത്. എനിക്ക് ഭയങ്കര ടാൻ ഉണ്ടായിരുന്നു. ഞാൻ പുറത്ത് പോയിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യും. എനിക്ക് ഭയങ്കര തലവേദനയുടെ ആളാണ്, മൈഗ്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ സൺഗ്ലാസ് യൂസ് ചെയ്യും, അതിൻ്റെ കൂടെ കുട യൂസ് ചെയ്യും, സൺസ്ക്രീൻ ഇടും. നാട്ടുകാർ പോകുന്നത് നാട്ടുകാർ വിചാരിക്കും, ഞാൻ പോകുന്നത് നാട്ടുകാർ കണ്ടാൽ വിചാരിക്കും എനിക്കെന്തോ പ്രാന്താന്ന്. ഞാൻ അത്രയും മൂടിക്കെട്ടിയിട്ടൊക്കെ പോകും. പക്ഷെ എന്നാലും ഞാൻ ടാൻ ആവും കേട്ടോ. എൻ്റെ കൈയൊക്കെ 2 ഡിഫറെൻറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ 2 ഷെയ്ഡിലാണ് നിന്നിരുന്നത്. എനിക്കിത് തേച്ച് പിന്നെ ഭയങ്കര ആദ്യമൊക്കെ ഞാൻ മേത്തും ഈ നാൽപ്പാമരാതി തേക്കുമായിരുന്നു. എൻ്റെ ഭയങ്കര ഓയിലി സ്കിന്നാണ്. എന്നാലും പക്ഷെ എനിക്ക് നാൽപ്പാമരാതി തേക്കുമ്പോൾ എനിക്കങ്ങനെ ഓയിൽ കൂടുന്നതായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ നന്നായിട്ട് മസാജും ചെയ്യട്ടോ. ആദ്യം ഞാൻ മേത്തും ഇത് തന്നെ തേച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം മേത്ത് ടാനൊക്കെ നന്നായിട്ട് പോയി. പക്ഷേ ഫേസിൽ ഇപ്പോഴും ടാൻ അടിക്കുന്നുണ്ട്. അപ്പം മേത്ത് ഇപ്പം ഞാൻ കൂടുതലും 3/4 പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നത് കയ്യിൽ. അപ്പം എനിക്കങ്ങനെ മേത്ത് കയ്യിൽ അങ്ങനെ ടാൻ അടിക്കുന്നത് കുറവാണ്. പക്ഷേ ഇത് തേച്ചിട്ടാണ് എൻ്റെ മേത്തെ ടാനൊക്കെ പോയത്. അപ്പം ഞാൻ ഫേസിലും തലയിൽ എണ്ണ വയ്ക്കുന്ന ദിവസങ്ങളിൽ മുഖത്തും ഇത് ഈ നാൽപ്പാമരാതി വെളിച്ചെണ്ണ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതിനെ പറ്റിയിട്ട്. കോട്ടക്കലിൻ്റെ നല്ലതാണ്, KPNൻ്റെ നല്ലതാണ്, KAൻ്റെ നല്ലതാണ്. ഇതൊക്കെ 3 ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് 3ാമത്തെ ബോട്ടിലും കണ്ടാണ്. പക്ഷേ എല്ലാ നാൽപ്പാമരാതിയും എനിക്ക് ഭയങ്കര സ്യൂട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനിതിങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യും കേട്ടോ. ഇങ്ങനെ മസാജ് ചെയ്യുന്നത് റിങ്കിൾസ് വരും എന്നൊക്കെ പലരും പറയും. പക്ഷേ എനിക്കിത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ, ഈ പറഞ്ഞ പോലെ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ മെയിൻ. സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു പ്രോസസ്സാണ്. നന്നായിട്ട് ഞാൻ മസാജ് ചെയ്യുന്നിട്ട് ബാക്കിയുള്ളത് കഴുത്തിൻ്റെ ബാക്കിലും ഒക്കെ തേക്കും കേട്ടോ. എനിക്കങ്ങനെ ഭയങ്കര ഡിസ്കളറേഷനൊന്നുമില്ല, എന്നാലും ഒരു സമാധാനത്തിന് ഞാനിങ്ങനെ തേക്കുന്നതാണ്. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി അടുത്തത് ബോഡി ഓയിലാണ്. ഞാൻ തേക്കുന്ന കാണിച്ചു തരുന്നില്ല. പക്ഷേ ഖാദി ഹെർബൽസിൻ്റെ ജാസ്മിൻ ഫ്ലേവർ വരുന്നൊരു ബോഡി മസാജ് ഓയിലാണ് ഞാൻ തേക്കുന്നത്. നിങ്ങൾക്കിതിൽ തല തിരിച്ചാണല്ലേ കാണുന്നത്, ഞാൻ ഇപ്പോഴാട്ടോ ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ എണ്ണയാണ് ഞാൻ മേത്ത് മുഴുവൻ തേച്ചിട്ടൊരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കുളിക്കുക. ഇത് തലയിലും മുഖത്തും തേച്ച് ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോഴാണ് മേത്തെണ്ണ തേക്കണേ. പിന്നെ ഞാൻ ഇത് എൻ്റെ ആഴ്ചയിലൊരു ദിവസമുള്ള പരിപാടിയാണ്. എനിക്ക് മണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞാൽ രാവിലെയാണെങ്കിലും വൈകിട്ടാണെങ്കിലും, ഇത് വൈകിട്ടാട്ടോ ഞാൻ തല നനച്ച് കുളിക്കുന്ന, രാവിലെ ഞാൻ തല നനച്ച് കുളിക്കില്ല. വൈകുന്നേരം അപ്പോൾ കുളിക്കുന്നതിന് മുന്നേയായിട്ട് ഞാൻ ഇത് മറ്റേ ധൂപം കത്തിക്കില്ലേ, അഗർബത്തി, പിന്നെ മറ്റേ ധൂപ് കോൺ, പിന്നെ ചന്ദനത്തിരി, ഇതൊക്കെ ഞാൻ കത്തിക്കും കേട്ടോ. ചിലർ പറയും എൻ്റെ പുകയൊന്നും നല്ലതല്ല എന്ന്. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുളിച്ച് വന്ന് നമ്മൾ ആ നനഞ്ഞ മുടി ഇങ്ങനെ ഇറ്റിറ്റ് വീഴുമ്പോൾ നമ്മൾ ഈ സാധനം എടുത്തിട്ട് കത്തിച്ചിട്ട് ഇതിൻ്റെ പുക ഇങ്ങനെ നമ്മൾ തലയിലൊന്നും കാണിക്കേണ്ട, വെറുതെ ധൂപം കത്തിച്ചിട്ട് ഇങ്ങനെ അടുത്തിരുന്നാൽ മതി. ഭയങ്കര എന്തോ നമ്മളിങ്ങനെ ഭയങ്കര ഡിവൈൻ ഫീലിംഗ് ഒക്കെ എനിക്ക് തോന്നും കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ പൊടി ഇങ്ങനെ വീണ് കിടക്കൂല. അപ്പം ഞാൻ 2 ദിവസം കൂടുമ്പം ഇത് പൊടിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഈ സാധനങ്ങൾ ഞാൻ കഴുകും. ഇത് 3 എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. ഒരെണ്ണം മറ്റേ എസെൻഷ്യൽ ഓയിലിൻ്റെയാണ്. പക്ഷേ അതിൽ ഞാൻ ധൂപം കത്തിച്ച് വെക്കാറുണ്ട് 3 സ്ഥലത്ത്. ഒന്ന് ഹാളിൽ, ഒന്ന് എൻ്റെ ഓഫീസ് റൂമിൽ, പിന്നെ ഒരെണ്ണം ബെഡ്റൂമിൽ. അങ്ങനെയായിട്ടാണ് ഞാൻ കത്തിച്ച് വെക്കാറ്. രാവിലെ ചില ദിവസങ്ങൾ രാവിലെ കത്തിക്കും. ഭയങ്കര നെഗറ്റീവായിട്ടൊക്കെ തോന്നുന്ന സമയത്ത് രാവിലെ ആണെങ്കിലും കത്തിക്കും. അല്ലെങ്കിൽ ചിലപ്പം വൈകുന്നേരം മാത്രമായിരിക്കും കേട്ടോ കത്തിക്കണത്. ഇത് ഈ പറഞ്ഞ പോലെ ഞാൻ സോപ്പ് പൊടി ഇട്ടിട്ട് തന്നെയാണ് കഴുകാറുള്ളൂ. അങ്ങനെ ചെമ്പും അങ്ങനെ ഒന്നും അല്ലല്ലോ. അപ്പോൾ ഞാൻ സോപ്പ് പൊടി ഇട്ടിട്ട് കഴുകിയിട്ട് ചുമ്മാ നന്നായിട്ട് വെള്ളം ഒഴിച്ച് അങ്ങ് കഴുകിയിട്ട് ഇതങ്ങ് എണ്ണ അയച്ച് കഴിയുമ്പോൾ ഇതങ്ങ് കഴുകിയിട്ട് അങ്ങ് വെക്കും. അത് കഴിഞ്ഞ് കുളിച്ച് വരുമ്പോഴേക്കും ഇതങ്ങ് ഉണങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെ കമഴ്ത്തി വെച്ചാൽ മതി. അപ്പോൾ അതിൽ വെള്ളമൊക്കെ പോയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉണങ്ങിയിരിക്കും. എന്നിട്ട് കുളിച്ച് വരുമ്പോൾ ഞാൻ ഇതെടുത്തുകൊണ്ട് അകത്തോട്ട് പോയിട്ട് അതങ്ങ് കത്തിക്കും. എന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെയാണ് കേട്ടോ എൻ്റെ പരിപാടി. ആൾക്കാർക്ക് ഇങ്ങനത്തെ വട്ടുകളുണ്ട്. എനിക്കിങ്ങനെ ചിലർ പറയും ഇങ്ങനെ പുകയൊന്നും കൊള്ളാൻ പാടില്ല. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ധൂപം കത്തിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു വേറെ ലെവൽ വട്ട് പരിപാടിയാണ്. ഞാൻ എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഞാൻ ഉണക്കാൻ വെക്കാൻ പോകണം കണ്ടോ. ഇങ്ങനെ അലക്കുകല്ലിൻ്റെ അവിടെ ഉണക്കാൻ വെക്കുകയാണ്. അടുത്ത മുറ്റം കൂടെ അടിച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു കേട്ടോ. ഞാൻ ട്രാൻസാക്ഷനൊക്കെ ശ്രമിക്കുകയാണ്. മുറ്റം കൂടെ അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈവനിങ് റൊട്ടീൻ കഴിഞ്ഞു. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.